നമസ്കാരം. ബിജു ചെറിയാൻ മണലേർ, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. നമ്മൾ പ്രപഞ്ചത്തിന്റെ 12 നിയമങ്ങളിൽ 8 നിയമങ്ങൾ എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും നമ്മുടെ നിത്യജീവിതത്തിലും പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രപഞ്ചത്തിന്റെ 9ാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക തത്വം എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും നമ്മുടെ നിത്യജീവിതത്തിലും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. ഈ ആപേക്ഷിക നിയമപ്രകാരം ഒന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവയല്ല. ലോ ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം എങ്ങനെ സെയിൽസ് നമുക്ക് വിജയപ്രദമാക്കി മാറ്റാമെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് കമ്പാരിസൺ ആണ്. നമ്മുടെ സെയിൽസ് ടീം ഉപഭോക്താക്കളുടെ മുമ്പിൽ പ്രൈസ് അവതരിപ്പിക്കുമ്പോൾ അത് പലപ്പോഴായിട്ട് എതിരാളികളുടെ അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന അതേ സാധനങ്ങൾ വിൽക്കുന്ന മറ്റ് കച്ചവട സ്ഥാപനങ്ങളുടെ വിലയുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. അത് നമുക്ക് കൂടുതൽ ഓഫറുകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പ്രൈസിലുള്ള വിലയിലുള്ള വ്യത്യാസം അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു താരതമ്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപഭോക്താവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഉപഭോക്താക്കളെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യിക്കണമെങ്കിൽ ദ ലോ ഓഫ് റിലേറ്റിവിറ്റിയിൽ പ്രൈസ് കമ്പാരിസൺ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ദ ലോ ഓഫ് റിലേറ്റിവിറ്റിയിൽ പ്രൈസ് കമ്പാരിസൺ അതോടൊപ്പം തന്നെ അതിന് മൂല്യം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വേണം. അപ്പം മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് അതേ വസ്തു അല്ലെ അതേ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിലുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിലുള്ള വ്യത്യാസങ്ങൾ അവർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ നമ്മളിലേക്ക് കൂടുതൽ ആകർഷിതരായിരിക്കും. അപ്പൊ പ്രൈസ് കമ്പാരിസൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാല്യൂ പ്രപ്പോർഷൻ ആണ്, അതായത് മൂല്യനിർദ്ദേശമാണ്. നമ്മുടെ സെയിൽസ് ടീം നമ്മുടെ ഉപഭോക്താക്കളുടെ മുമ്പിൽ പ്രൈസ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ കമ്പയർ ചെയ്യുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന വസ്തുക്കളുടെ അല്ലെ പ്രോഡക്ട്സിന്റെ പ്രൈസുമായിട്ടായിരിക്കും. അപ്പൊ നമ്മളൊരു ഓഫർ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ടീം ഒരു ഓഫർ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഉപഭോക്താവിന് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കൂടുതൽ മൂല്യം എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം. അപ്പൊ നമ്മുടെ സെയിൽസ് ടീം പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പ്രോഡക്റ്റിന്റെ പ്രൈസിനോടൊപ്പം പ്രൈസ് കമ്പാരിസനോടൊപ്പം ആ വസ്തുവിനുള്ള മൂല്യത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മൂല്യത്തിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതനുസരിച്ച് നമുക്ക് കൂടുതൽ സെയിൽസ് അവർ നൽകുകയും ചെയ്യും. അപ്പം നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ കൂടുതലായിട്ടും അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം എന്ന് പറയുന്നത് വാല്യൂ പ്രപ്പോർഷൻ അല്ലെങ്കിൽ മൂല്യനിർദ്ദേശമാണ്. നമ്മുടെ ഉപഭോക്താവിന് കൂടുതൽ മൂല്യം കിട്ടുന്നു എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവുമ്പോൾ അവർ നമ്മളിലേക്ക് കൂടുതൽ പർച്ചേസ് നടത്തുവാനായിട്ടും അവരിലൂടെ നമുക്ക് കൂടുതൽ റഫറലുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സെയിൽസ് ടീമിന് നമ്മൾ മൂല്യനിർദ്ദേശം അല്ലെങ്കിൽ വാല്യൂ പ്രപ്പോർഷൻ പ്രാധാന്യം കൊടുക്കേണ്ട രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദ ലോ ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക നിയമപ്രകാരം നമ്മുടെ സെയിൽസ് പ്രൊഫഷണൽസിന് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഉപഭോക്താവിനെ നമുക്ക് കൂടുതൽ പർച്ചേസിലേക്ക് എത്തിക്കുവാനുള്ള ഒരു താല്പര്യം അവരിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഡിസ്കൗണ്ടിലൂടെയും അത് വാല്യൂ പർച്ചേസിലൂടെയും അത് ബണ്ടിൽ പർച്ചേസിലൂടെയും നമ്മുടെ കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക നിയമം നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ നിത്യജീവിതത്തിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.